ഏറ്റവും കൂടുതൽ ചിന്തിക്കാൻ കഴിയുന്ന ഒരായത്താണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത്. നമ്മൾ സബ്ജക്റ്റിലേക്ക് പോകാം. അധ്യായം 39 സൂറ സുമറിൽ 66 പറയുന്നത്, പറയുക, ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടാവും അദൃശ്യവും ദൃശ്യവും അറിയുന്നവനായ അള്ളാഹുവെ, നിന്റെ ദാസന്മാർക്കിടയിൽ അവർ ഭിന്നിച്ചു കൊണ്ടിരിക്കുന്ന വിഷയത്തിൽ നീ തന്നെയാണ് വിധി കൽപ്പിക്കുന്നത്. ഇവിടെ പറയുന്നത് ആകാശ ഭൂമിയിലുള്ള എല്ലാ ദൃശ്യവും അദൃശ്യവും അറിയുന്ന അള്ളാഹുവെ. അത് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ കൈകളെന്ന അംശം അതുവഴി നമ്മളെ കാര്യങ്ങൾ അറിയുന്നത്, നമുക്ക് ചുറ്റുള്ള കാര്യങ്ങൾ അറിയുന്ന കാര്യങ്ങൾ. നിന്റെ ദാസന്മാർക്കിടയിൽ അവർ ഭിന്നിച്ചു കൊണ്ടിരിക്കുന്ന വിഷയത്തിൽ നീ തന്നെയാണ് വിധി കൽപ്പിക്കുന്നത്. അപ്പോൾ മനുഷ്യർ എങ്ങനെയാണോ ഭിന്നിച്ചത്, യഥാർത്ഥ സത്യത്തിൽ നിന്ന്, അള്ളാഹുമായി ബന്ധപ്പെട്ട സത്യത്തിൽ നിന്നാണ് അവർ ഭിന്നിച്ചു പോയത്. അത് നഷ്ടപ്പെട്ടു പോയ അവർക്ക് അറിവ്, അതിനാലാണ് അവർ അതിൽ നിന്ന് ഭിന്നിച്ചു പോയത്. ഇനി ഭൂമിയിലുള്ളത് മുഴുവൻ അതോടൊപ്പം അത്ര കൂടിയും അക്രമം പ്രവർത്തിച്ചവരുടെ അധീനത്തിൽ ഉണ്ടായിരുന്നാൽ പോലും ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിലെ കടുത്ത ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടാൻ അതവർ പ്രായശ്ചിത്തമായി നൽകിയേക്കും. ലാസ്റ്റ് ഇവിടെ പറയുന്നുണ്ട്, അവർ കണക്ക് കൂട്ടിയിട്ടില്ലായിരുന്ന പലതും അള്ളാഹുവിൽ നിന്ന് അവർക്ക് വെളിപ്പെടുകയും ചെയ്യും. അവർ സമ്പാദിച്ചതിൻ്റെ ദൂഷ്യങ്ങൾ അവർക്ക് വെളിപ്പെടുകയും ചെയ്യും. അപ്പോൾ ആദ്യം പറഞ്ഞിട്ടിട്ട് പിന്നെ പറയുന്നത്, അവരെന്താ ചെയ്തു വെച്ചത് അതിൻ്റെ ദൂഷ്യങ്ങൾ അവർക്ക് വെളിപ്പെടുകയും ചെയ്യും. ഏതൊന്നിനെ പറ്റി അവർ പരിഹസിച്ചു കൊണ്ടിരുന്നോ അത് അവരെ വലയം ചെയ്യുകയും ചെയ്യും. അപ്പം നമ്മൾ ചെയ്ത എല്ലാം അള്ളാഹു നാളെ നമുക്ക് വെളിപ്പെടുത്തുകയും ചെയ്യും. അതിനുള്ള ഫലം നമുക്ക് അവിടെ കിട്ടുകയും ചെയ്യും. അത് നല്ലതാണെങ്കിൽ നല്ലത് തന്നെ കിട്ടും, ചീത്തതാണെങ്കിൽ അതിനുള്ള ശിക്ഷയും കിട്ടും. അപ്പോൾ അവർ പരിഹസിച്ചു കൊണ്ടിരുന്നത് അവരെ വലയം ചെയ്യുകയും, ഇതാണോ പരിഹസിച്ചു കൊണ്ടിരുന്നത്, യഥാർത്ഥ സൃഷ്ടാവിനെ എന്ന് പരിഹസിച്ചു കൊണ്ടിരുന്നത്, അത് അവരെ അവിടെ വലയം ചെയ്യും. ഇനി അള്ളാഹുവിനെ നിഷേധിക്കുകയാണെങ്കിൽ അവരുടെ ശിക്ഷയും അവിടെ വലയം ചെയ്യാം. അപ്പം എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ഇതിനൊരു ആൻസറേ ഉള്ളൂ, അത് കൂടുതൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ. ഇനി എന്നാൽ മനുഷ്യന് വല്ല ദോഷവും ബാധിച്ചാൽ നമ്മോട് അവൻ പ്രാർത്ഥിക്കുന്നു. പിന്നീട് നാം അവന് നമ്മുടെ പക്കൽ നിന്നുള്ള വല്ല അനുഗ്രഹവും പ്രദാനം ചെയ്താൽ അവൻ പറയും, അറിവിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണെന്ന് തനിക്കത് നൽകപ്പെട്ടിട്ടുള്ളത് എന്ന്. പക്ഷേ അതൊരു പരീക്ഷണമാകുന്നു, എന്നാൽ അവരിൽ അധിക പേരും അത് മനസ്സിലാക്കുന്നില്ല. അപ്പോൾ സൃഷ്ടാവ് എന്നത് തന്നെ ഒരു പരീക്ഷണമാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ കൂടുതൽ മനസ്സിലാക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്കുണ്ട്. അവസാന കാലഘട്ടത്തിൽ അള്ളാഹിൻ്റെ ദൃഷ്ടാന്തം വരുന്ന വിശുദ്ധ ഖുർആൻ ഒരുപാട് തവണ ആവർത്തിച്ച് പറയുന്നുണ്ട്, മറ്റു മത ഗ്രന്ഥങ്ങളും പറയുന്നുണ്ട്. എന്നാൽ അത് മനുഷ്യർക്ക് ഒരു പരീക്ഷണമാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളത് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അപ്പോൾ അവസാന കാലഘട്ടത്തിൽ അള്ളാഹിൻ്റെ ദൃഷ്ടാന്തങ്ങൾ സത്യമായ ദൃഷ്ടാന്തങ്ങളാണ് വരുന്നത്. ആ ഒരു സമയം പക്ഷെ നമ്മൾ അധിക പേരും മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് തെറ്റായ രീതിയിലായിരുന്നു.